വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലഭിച്ച പുതിയ ലൊക്കേഷൻ കോഡാണ് INTRV01. ഗൂഗിൾ പുറത്തിറക്കിയ നൂതന AI ടൂളുകളാണ് VO2, ഇമേജിൻ 3 എന്നിവ. ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡലാണ് ജെമിനി 2.0. ഡിജിറ്റൽ ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് 2024 10ാമത് ലോക ആയുർവേദ കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഉത്തരാഖണ്ഡാണ്. പ്രവാസികൾക്ക് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഏകജാലക ഓൺലൈൻ പോർട്ടലാണ് ലോക കേരളം. മരങ്ങളുടെ അമ്മ എന്നും കാടിൻ്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് തുളസി ഗൗഡ. 2024 ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയത് 2024 ഡിസംബർ 12 ഈ ബിൽ അവതരിപ്പിക്കുന്നത് അമിത് ഷായാണ്. 29ാമത് കേരള ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന പുരസ്കാരം നേടിയത് പായൽ കപാഡിയയാണ്. ചിത്രം ഓൾ വി ഇമാജിനസ് ലൈറ്റ്. 2024 നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് M. മുകുന്ദനാണ്. അപ്പോൾ 2024 നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് M. മുകുന്ദൻ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ K. ജയകുമാറിൻ്റെ കവിതാ സമാഹാരമാണ് പിങ്കള കേശിനി എന്ന് പറയുന്നത്. അപ്പോൾ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് K. ജയകുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് പിങ്കള കേശിനി എന്ന് പറയുന്നത്. 2024 ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരമാണ് R. അശ്വിൻ. ഇപ്പോൾ 2024 ഡിസംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം R. അശ്വിനാണ്. 2025 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചിയാണ്. 2024 ഡിസംബറിൽ ഭൂചലനമുണ്ടായ പസഫിക് ദ്വീപിലെ രാജ്യമാണ് വാനുവാറ്റു എന്ന് പറയുന്നത്. 2024 ഡിസംബറിൽ ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ വികസിപ്പിച്ച രാജ്യമാണ് റഷ്യ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ അധ്യക്ഷനായി നിയമിതരായ മുൻ സുപ്രീം കോടതി ജഡ്ജി മദൻ ബി ലോക്കൂർ